ഇത് കടന്നലുത്തരം കായ കടന്നലുത്തി ഇതിനുള്ള പുഴുണ്ടാവും. പുഴുണ്ടാവില്ലേ? അപ്പൊ ഈ പുഴുവിനെ നശിപ്പിക്കണം. നമ്മളിത് വെള്ളത്തേക്ക് ഇങ്ങനെ ഇതിങ്ങനെ ചെത്തിയിടും. ആ വെള്ളത്തേക്ക് ചെത്തിയിടണം. വെള്ളത്തേക്ക് എത്താതെ കണ്ടറച്ചു നിറയെ പുഴുവാണല്ലേ? ആ പുഴുവ വെള്ളത്തിൽ കടന്ന് ചത്തുപോകും. പിന്നെ തന്നെയല്ല മറ്റേ അതൊക്കെ പുഴു. അല്ലെങ്കിൽ ബേരത്തിനൊക്കെ ബാധിക്കൂലേ? ഇത് ഞാൻ 4 ദിവസം കഴിഞ്ഞാൽ ഇത് പാറിപ്പോയി പിന്നെ വന്ന് കുത്തും. കായ്ച്ചറിഞ്ഞ സാധനം കായ്ച്ച. അപ്പൊ ഈ വെള്ളത്തില് മറ്റേ മീൻ വന്ന് കണ്ട് ഈ പുഴുവിനെ തിന്നും. അപ്പൊ പിന്നെ നല്ല മണ്ണിക്കാണ്ട് ചളിക്ക് ഇറങ്ങി പോയിട്ട് ഇങ്ങനെ ചെത്തിയിടണം. അപ്പൊ ഈ പുഴു തീന്ന് പോയി ഈ മണി നമുക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ അത് ഉപയോഗിക്കണേലേറെ ഗുണം എന്താന്ന് അറിയാം. ഇത് ഇങ്ങനെ ചെത്തി ഇങ്ങനെ നിലത്തേക്ക് ഇടുക വൃത്തിയുള്ള സ്ഥലത്ത്. അപ്പൊ ഈ കായ്ച്ച കുത്താൻ വരുമല്ലോ, അവർ ഈ കഷ്ണത്തുമ്പോ കുത്തും. അത് മുട്ട വിരിഞ്ഞ് ആവുമ്പോത്തിന് എറുമ്പ് വന്നെടുത്തു. മുട്ട വരുന്ന ഇങ്ങനെ എറുമ്പെടുത്തു പോകും. അപ്പൊ പിന്നെ നമുക്ക് കാഴ്ച ശല്യം കൊറയാ. ഈ കാഴ്ചനെ ശരിക്കും പറഞ്ഞാൽ ഈ ചരങ്ങക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ മെയിൻ പ്രശ്നം ഈ കാഴ്ച ശല്യമാണ്. കാഴ്ച വേറെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പൊ നമ്മളിത് മൊത്തം അതിലേതിലൊക്കെ ചെത്തിട്ടാലേ കാഴ്ച ദിമ വന്ന് മുട്ടടും. അപ്പൊ ആ മുട്ട വിരിഞ്ഞ് പുഴു അവനോട് കൂടി ആ പുഴു വിരിയുമ്പോത്തിന് ഇത് കേട് വരും. പുഴുവിന് അങ്ങോട്ടൊന്നും പോകാൻ കഴിയൂല. അപ്പൊ ഈ ഉറുമ്പ് വന്ന് ഇഷ്ടം പോലെ തിന്നും. ഉറുമ്പ് വന്ന് എടുത്തു പോകും. അപ്പൊ നമുക്ക് കാഴ്ചനെ കുറെ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ കട്ട് ചെയ്തിടും. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ കാഴ്ച അവര് പോയിന്റാണ്. ഇത് നിന്നല്ല ഞാൻ ഇതിക്ക് ഏറ്റവും കാഴ്ച ഇരുന്ന് മുട്ട ചെരങ്ങ ചെത്തിട്ട് ഏറ്റവും ബെസ്റ്റ് അല്ലേ? നമുക്ക് മരുന്നടിക്കണേലൊക്കെ ഒരു അടിച്ചിട്ട് കാര്യമില്ല. അത് അപ്പഴ പാറിപ്പോ പിന്നെയും വരും. പെണ്ണീച്ചയാണ് മുട്ട. അപ്പൊ ഇതാകുമ്പോ നല്ലതാ, ജനങ്ങൾക്ക് കഴിക്കും ചെയ്യും സാറായിട്ട്. കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ. പെണ്ണീച്ചയാണ് മുട്ട അല്ല? ആണീച്ച മുട്ടയിടൂല. അതങ്ങനെ അരിഞ്ഞിടൂലേ? നമ്മള് വലിയ പേര് പറയുന്നുണ്ടല്ലോ മറ്റേ റമോൻ കണി പറഞ്ഞൊരു സാധനം. ഹോർമോൺ കണി. അത് മലാത്തി എന്ന് പറഞ്ഞ വിഷവും സ്പിരിറ്റ് കൂടി കൂട്ടി മിക്സ് ആക്കുന്ന സാധനമാണ്. ആ സ്പിരിറ്റിന്റെ വാസന കേട്ടിട്ടാണ് ഈച്ചയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ മരുന്ന് അതിലുണ്ടായോണ്ടാണ് ഈച്ച ചാവണത്. ഒരു പാത്രത്തില് ഈ മലാത്തി ഇത് ഇറമുൻകണി പറഞ്ഞ ആ മരക്കണ്ടം ഒരു മുക്കി തരുന്നതാ. ഒരുപാട് ഒരു 10 മാസമൊക്കെ നിക്കും. ഈച്ച വന്ന് അങ്ങനെ ചാകും. പക്ഷെ കുത്തല് മാറൂല. എന്തുകൊണ്ടാ വെച്ചാല് ഇതിൽ വന്ന് ചാവണം ഈ വാണീച്ച്. പെണ്ണീച്ച ചാകണില്ല. അല്ല ഇതിൽ വന്ന് ചാവണത്. പെണ്ണീച്ച പോയി ഇതിന് പോയി മുട്ട. ഗവൺമെന്റിന്റെ നമ്മളെ കർഷകരെ ചതിക്കാണ്. അതൊരു ബിസിനസ് ആക്കിയിട്ടില്ലേ? ചതിക്കാൻ 150 ഉറുപ്പിക എടുത്താലേ കഷ്ടം കേട്ടുള്ളൂ. ശരിയാണ്. പക്ഷെ നമ്മൾ കാണും അത് ചാകണ്ടല്ലോ. അപ്പൊ നമുക്ക് പെണ്ണീച്ചയാണ്. പെണ്ണീച്ച ചാകണ മരുന്ന് ഒരു നേരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളിത് ആ കുത്തീനല്ലോ നന്നതിനല്ലോ ഈച്ച കുറെ ചത്തുണല്ലോ ഭാര മാത്രം പറഞ്ഞ് കർഷകരൊക്കെ വാങ്ങി കെട്ടി നിൽക്കാന്നല്ലാതെ മാറൂലല്ലേ? അത് വലിയൊരു പാടാണ്. ശരിയാണ്. അത് വെച്ചാലും കുത്തുന്നുണ്ട്. അതാണ് പറയണത്. പക്ഷെ അതിൽ തേനീച്ച കാണുന്നുണ്ട്. ചത്താണീച്ചയാണ്. അതന്നെ അതിൽ കാണുന്നുണ്ട്. ഇതിന്റെ ഉള്ളില്